ദേവ് ട്രാവൽ വേൾഡിൻ്റെ 102ാമത്തെ വീഡിയോ. അടുത്ത ആഗോള മഹാമാരി എന്ത്, എപ്പോൾ, എവിടെ? പ്രസിദ്ധ ആരോഗ്യ പ്രവർത്തകൻ KP അരവിന്ദൻ ഡോക്ടറുടെ പ്രഭാഷണം നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഡോക്ടർ അനീഷ് ഇവിടെ സൂചിപ്പിച്ചു, കൃഷ്ണകുമാറിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അതിലേക്ക് ലീഡ് ചെയ്തിരുന്ന എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാവുന്ന ഒരു കാര്യം, കോവിഡ് വന്നതിന് ശേഷം നിരന്തരമായി ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. കോവിഡ് മഹാമാരി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്കറിയാം നോൺ കോവിഡ് എന്നുള്ള പേരിൽ ഒരുപാട് പേർക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങളും ഇത് കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അതിനെപ്പറ്റി ഒരുപാട് പുതിയ പഠനങ്ങളൊക്കെ തന്നെ നടക്കുന്നതാണ്. ഈ എപ്പിഡമിക് സത്യത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കേണ്ടായി. ആരും അതിൽ ഒന്നും പഠിക്കാതെ ആയിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്ബാലിൻ്റെ ഈ പുസ്തകം തന്നെ അതൊരു കോവിഡ് മഹാമാരിയുടെ ഉൽപ്പന്നമാണ് തീർച്ചയായും. കാരണം മഹാമാരികളെ പറ്റി കൂടുതൽ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടായ സന്ദർഭം ഈ കോവിഡ് പാൻഡമിക്കാണ്. കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് ഡോക്ടർ ഇക്ബാൽ ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു അംഗമായിരുന്നു. വേറൊരു അംഗം അവിടെ ഇരിക്കുന്നുണ്ട്, ഡോക്ടർ ചാന്ദ്രി. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും 9 മണിക്ക് ഓൺലൈനിൽ ഞങ്ങളെല്ലാം കൂടും. ഡോക്ടർ സുരേഷ് ഉണ്ട് പേരും പാലിയേറ്റീവിലെ, ഡോക്ടർ അനീഷ് TS ഉണ്ട്, അദ്ദേഹം കമ്മ്യൂണിറ്റി മെഡിസിനിലെ. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം വരും, കൊണ്ടുവരും. ആദ്യകാലത്ത് വന്നൊരു പ്രശ്നമാണ് മാസ്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് തോന്നും ആദ്യം മാസ്ക് പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കൈ കഴുകലായിരുന്നു അന്ന് മുഴുവൻ. കൈ എല്ലായിടത്തും ടാപ്പും സോപ്പും കൈ കഴുകലും. അന്ന് മാസ്കിനെ പറ്റി ആരും പറഞ്ഞില്ല, WHO പറഞ്ഞിട്ടില്ല. പിന്നെയാണ് മാസ്ക് വന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇതുപോലെ ഇത് പറഞ്ഞ മാതിരി കോൺട്രവേഴ്സീസ് ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ളതിൽ എന്ത് ചെയ്യണമെന്ന് വരുമ്പോൾ അതിൽ സയൻറ്റിഫിക് ഇൻപുട്ട് വളരെ പ്രധാനപ്പെട്ട സംഗതി. ആ ഇൻപുട്ട് വെച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനങ്ങളിലേക്ക് പോവുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ കേരളത്തിൽ അതെങ്ങനെ നടപ്പാക്കാം. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം ഒരുപാട് ഇരുന്ന് വായിക്കും പഠിക്കും ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടെ വന്നു. അതിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് സത്യത്തിൽ ഈ ഇതുപോലുള്ളൊരു പുസ്തകം പോലും. പാൻഡമിക്സ്. ലോകാരോഗ്യ സംഘടന ഇന്ന് 2015 പ്രയോറിറ്റി ഏറ്റവും അധികം സാധ്യതയുള്ള ഇനി വരാൻ പോകുന്ന രോഗം എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള സാധ്യതകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. 2015 ഈ ലിസ്റ്റിൽ ഇബോള വൈറസ് ഉണ്ട്, മാർബർഗ് വൈറസ് ഉണ്ട്. ഇബോളയും മാർബർഗും ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. വളരെ കൂടുതൽ പേര് മരിക്കുന്നത്. ഇവിടെ ഈ ചിത്രത്തില് മരണനിരക്കാണ് കൊടുത്തിരിക്കുന്നത്. 70% മരിക്കും ഇബോള, മാർബർഗ്. പിന്നെ ആ പച്ച കാണുന്നത് നിപ്പ വൈറസ് ആണ്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള നിപ്പ വൈറസ് അബൌട്ട് 50% മോർട്ടാലിറ്റിയാണ്. ക്രിമിയൻ കോങ്കോ വൈറസ് ആണ് വേറൊരു ഹെമറാജിക് ഫീവർ. ക്രിമിയൻ കോങ്കോ ഹെമറാജിക് ഫീവർ എന്ന് പറയുന്ന 30%. സാഴ്സിന് 10% മരണമുള്ളൂ. പക്ഷെ പുതിയ സാഴ്സ് വന്നിട്ടില്ല. സാഴ്സ് 10%. അത് ആ ലിസ്റ്റിലുണ്ട്. അതായത് 2003 വന്ന സാഴ്സ് എപ്പിഡമിക്, SARS-CoV-1 എന്നാണ് ഇന്ന് നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. 2018 ഈ ലിസ്റ്റിന്റെ കൂടെ അവസാനം അവർ എഴുതി ചേർത്തു ഡിസീസ് എക്സ്. ഡിസീസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഒരു വൈറസ് അല്ലെങ്കിൽ മറ്റ് വൈറസ് മാത്രമല്ല, അപൂർവം ചിലപ്പോൾ ബാക്ടീരിയ ആയിരിക്കാം, എവിടെയെങ്കിലും ഒരു മാറ്റം വന്ന് അത് ഒരു പാൻഡമിക് ആയിട്ട് പടരാൻ വേണ്ടി കഴിയും. ഡിസീസ് എക്സ് എന്നാണ് പേര്. അപ്പൊ എന്തായിരിക്കാം ഡിസീസ് എക്സ് എന്നില്ല, പക്ഷെ അതിനൊരു സ്ലോട്ട് കൊടുത്തു. ഈ സ്ലോട്ട് ഏതിനാണ് സാധ്യത എന്ന് നിരന്തരം ഉള്ള നിരീക്ഷണങ്ങൾ വഴി
ഒന്ന്, രോഗം വരുന്നതിൻ്റെ ഡിസീസ് സർവൈലൻസ്, അതിനു പുറമെ വൈറോളജിക്കൽ അല്ലെങ്കിൽ അണുക്കളുടെ സർവൈലൻസ്, അതിന് വരുന്ന മാറ്റങ്ങൾ, എപ്പിഡമിയോളജിക്കൽ സർവൈലൻസ്. ഇങ്ങനെയുള്ള സർവൈലൻസ് സംവിധാനങ്ങളിലൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. അത് നേരത്തെ കഴിഞ്ഞാൽ എന്താ ഗുണം? അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എടുക്കാം. വാക്സിൻ അടക്കം ഉള്ള പ്രിപ്പറേഷൻസ് എടുക്കാൻ വേണ്ടിയാണ് നേരത്തെ അറിയേണ്ട ഒരു ആവശ്യം. SARS-CoV-2 തന്നെ നമുക്ക് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് 3 മാസം മുമ്പ് വാക്സിൻ കിട്ടിയിരുന്നെങ്കിൽ എത്ര ലക്ഷം പേര് കൂടുതൽ സേവ് ചെയ്യായിരുന്നു എന്നുള്ള ആലോചിച്ചുകൊണ്ടില്ല, വലിയ നമ്പർ ആയിരിക്കും. അപ്പൊ അതാണ് ഡിസീസ് എക്സ് എന്ന് പറയുന്നത് ഇനി എന്തായിരിക്കും. 2019 ഡിസംബർ ഇന്ത്യയിൽ കൃത്യം 5 വർഷം മുമ്പ് 2020 ജാനുവരി 30-ാം തീയതിയാണ് അല്ലേ ആദ്യത്തെ ഒരു രോഗി ഇവിടെ കേരളത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ആ 5 years ഡിസീസ് എക്സ് പുതുതായിട്ട് വരുന്നു. എന്തായിരുന്നു? COVID-19 അല്ലെങ്കിൽ SARS-CoV-2 എന്ന് പറയുന്ന ഈ വൈറസ് ആണ് പുതിയ ആ സ്ലോട്ടിൽ, മഹാമാരിയുടെ സ്ലോട്ടിൽ വന്നെത്തി. അത് ഉണ്ടാക്കിയെടുക്കുന്ന സൊസൈറ്റിയിൽ മുഴുവൻ വന്ന് വരുത്തിയ മാറ്റങ്ങളെ പറ്റി 5 വർഷം ആയിട്ടുള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ ഇന്ന് മറന്നു തുടങ്ങി ഈ ചരിത്രങ്ങളൊക്കെ. പല രാജ്യങ്ങളും പല സ്ഥലങ്ങളും നിശ്ചലമായി, അവിടെ സാമ്പത്തിക വ്യവസ്ഥകൾ പലതും തകർന്നു. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ കുറച്ച് പേരെ മരിച്ചിട്ടുള്ളൂ നമ്മുടെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം. പക്ഷേ ഇന്ന് യൂണിഫോമായിട്ട് എല്ലാവരും പറയുന്നത് നമ്മൾ യഥാർത്ഥ മരണം 10 ഇരട്ടി കൂടുതലാണ്, 9 ഇരട്ടിയെങ്കിലും കൂടുതലാണ് ഇന്ത്യയിൽ മരണങ്ങളുണ്ടായത്. അപ്പൊ അത്രയും വലിയ ഒരു എപ്പിഡമിക്കിലൂടെ നമ്മൾ കടന്നുപോകും. ഇനിയുള്ള അടുത്ത ഡിസീസ് എക്സ്, അപ്പൊ SARS-CoV വന്നു. ഇനി അതിപ്പോ വലിയ സീരിയസ് അല്ലാത്തൊരു ഇതിലേക്ക് പോയി. അപ്പൊ ആ സ്ലോട്ടിൽ നിന്ന് പോയി. ഇപ്പൊ ആ സ്ലോട്ട് വീണ്ടും ഫില്ല് ചെയ്യാൻ വേണ്ടി കിടക്കുക. അപ്പൊ എന്തായിരിക്കാം ഇനി വരുന്ന അടുത്ത ആ സ്ലോട്ടിൽ വരാൻ പോകുന്ന രോഗം? 3 രീതിയിൽ ഇത് വരാം. ഒന്ന്, മൃഗങ്ങളിൽ നിന്നുള്ള പലതരം രോഗാണുക്കളിൽ ഏതെങ്കിലും ഒന്ന് ചാടി മനുഷ്യരിൽ എത്തുന്ന സൂനോസിസ് എന്നാണ് പറയുക. മൃഗജന്യ രോഗങ്ങൾ, സൂനോസിസ്, സൂനോട്ടിക് ഡിസീസസ്. അതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, അതാണ് നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന സംഗതി. അതാണ് രണ്ടാമത്തെ ഒരു സാധ്യത. ആഗോള താപനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, നമ്മുടെ ധ്രുവങ്ങളിൽ, പ്രത്യേകിച്ചും ആർട്ടിക് ധ്രുവത്തിൽ, സൈബീരിയയിലും അലാസ്കയിലും മറ്റും ഉള്ള മഞ്ഞ് ഉരുകി ഉറങ്ങിക്കിടക്കുന്ന അണുക്കൾ വീണ്ടും പുനർജീവിച്ച് അത് ഒരു മഹാമാരിയിലേക്ക് നയിക്കാമോ എന്നുള്ള, ഇത് സയൻസ് ഫിക്ഷൻ ആയിരുന്നു മുമ്പൊക്കെ. ലേറ്റന്റ് ആയിട്ടുള്ള ജീവികൾ ഉറക്കമുണ്ടെന്ന് വരുന്നതൊക്കെ അതിനെ സോംബി വൈറസ് എന്നാണ് പറയുന്നത്. അത് സയൻസ് ഫിക്ഷന്റെ ഇതിൽ നിന്ന് മാറി ഇന്നൊരു സാധ്യതയുടെ ഒരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ലേറ്റന്റ് ആയിട്ടുള്ള വൈറസസ് പ്രത്യേകിച്ച്. മൂന്നാമത്തേത് കൃത്രിമമായി ഉണ്ടാക്കുന്ന വൈറസ്. കൃത്രിമമായി ഉണ്ടാക്കുന്നതും ഒരുപാട് സയൻസ് ഫിക്ഷനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സയൻസ് ഫിക്ഷൻ അല്ലാതെ സീരിയസ് ആയിട്ടുള്ള പുസ്തകം എന്ന് പറഞ്ഞിട്ടും പലരും അത് എഴുതിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ശാസ്ത്രായുധ പരിഷത്ത് അത്തരത്തിലൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്, എയ്ഡ്സ് ഇത്തരത്തിലുള്ള രോഗമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് നേരത്തെ തന്നെ അത് കണ്ടെത്തി, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് അത് പിൻവലിച്ചു. ആ പുസ്തകം ശാസ്ത്രായുധ പരിഷത്ത് പിൻവലിക്കുന്ന പുസ്തകങ്ങളിലൊന്നാണ് ഈ എയ്ഡ്സ് കൃത്രിമമായിട്ടുള്ള. അത് പറയാനുള്ള പല കാരണങ്ങളും ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അന്നൊക്കെ
വളരെ ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഒരു ഇത്തരത്തിലൊരു പാൻഡമിക് ബുദ്ധി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ട് വിടുക എന്നൊന്നും പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയിൽ നിൽക്കുന്ന സാധനമല്ല. ഇത് 1980-കളിലാണ്. ഇന്ന് പക്ഷേ അതല്ല സ്ഥിതി. ഇന്ന് ആ സാധ്യതകളും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഞാൻ വരും. അപ്പൊ പുതിയതും വീണ്ടും വരുന്നതുമായിട്ടുള്ള പകർച്ചവ്യാധികൾ, എമർജിങ് ആൻഡ് റീ എമർജിങ് ഇൻഫെക്ഷൻസ്, മെയിൻലി മൃഗജന്യ അല്ലെങ്കിൽ സൂനോസിസ്. ഇതാണ് ആദ്യത്തേത് ഞാൻ പറഞ്ഞ. പുനർജനിക്കുന്ന സോംബി വൈറസുകൾ ജൈവായുധത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചെടുക്കുന്നു. ഈ 3 തരം സാധ്യതകളാണ് ഞാനിതിൽ കൂടുതൽ പറയാൻ പോകുന്നത്. ഏറ്റവും സാധ്യതയുള്ളതാണ്, അതായത് സൂണോട്ടിക്, പുതിയതായിട്ടുള്ള എമർജിങ് ഡിസീസസ്, എമർജിങ് ഓർ റീ എമർജിങ് ആയിട്ടുള്ള ഡിസീസസ്. ഇതിലേതിലാണ് സാധ്യത? ഇതാണ് ഏറ്റവും പുതിയ 2024 WHO ലിസ്റ്റ്. 15 ലിസ്റ്റിൽ നിന്ന് വളരെ കൂടുതൽ കൂട്ടി 30 വ്യത്യസ്ത ഫാമിലികളാണ്. ഓരോ ഫാമിലി ഓഫ് വൈറസസ് അതിൻ്റെ ഒരു ഫുൾ ലിസ്റ്റാണ്. അതിൽ കൂടുതൽ സാധ്യതയുള്ള പലതും ഞാൻ ചുവപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അടിയിൽ വീണ്ടും നമുക്ക് കാണാം ആ വേക്കൻ സ്ലോട്ട് ഡിസീസ് എക്സ്. അതിലേക്ക് ഒരുപക്ഷെ ഇതിൽ നിന്ന് തന്നെ ഏതെങ്കിലും ചാടി വീഴും, അല്ലെങ്കിൽ വളരെ പുതിയതായിട്ടുള്ള ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട്. സൂനോട്ടിക് ഡിസീസുകളെ പറ്റി പറയുമ്പോൾ പ്രധാനമായും എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ, ഇതിന് പല കടമ്പകളുണ്ട്. മനുഷ്യനിൽ ഒരു പാൻഡമിക് ആവണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകിൽ പക്ഷികളിലോ മറ്റ് സസ്തനികളിലോ അപൂർവമായിട്ട് മറ്റുള്ള ജീവികളിലോ ഉള്ള വൈറസുകൾ അത് പക്ഷിയിൽ നിന്ന് സസ്തനികളിലേക്ക് ഉള്ള ചാട്ടം, അത് വെറുതെ ചാടിക്കഴിഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റില്ല. അതിന് തക്കതായിട്ടുള്ള മ്യൂട്ടേഷൻസ് വേണം. പ്രധാനമായിട്ടും ഒരു വൈറസ് നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കോശങ്ങളിലേക്ക് ഈ വൈറസിന് കയറണം. ആ കോശങ്ങളിലേക്ക് വൈറസിന് കയറണമെന്നുണ്ടെങ്കിൽ ഈ കോശങ്ങളിലുള്ള മുകളിലുള്ള ഏതെങ്കിലും ഒരു റിസപ്റ്ററുമായി അത് അറ്റാച്ച് ചെയ്യാൻ കഴിയണം. അതങ്ങനെ അടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കോശത്തിന്റെ ഉള്ളിലോട്ട് കയറും. അപ്പൊ ഈ പക്ഷിയിലുള്ള ഒരു വൈറസിന് ഒരു സസ്തനിയിൽ പോയി മാമലിൽ പോയി കഴിഞ്ഞാൽ ആ കോശത്തിൽ നോക്കുമ്പോൾ അത് അറ്റാച്ച് ചെയ്യാൻ സ്ഥലമൊന്നും ഉണ്ടാകും. പക്ഷേ ഈ പക്ഷിയിലെ വൈറസിന് തക്കതായ ഒരു മ്യൂട്ടേഷൻ വന്നാൽ അത് പോയി ഇതിൽ അറ്റാച്ച് ചെയ്യും, സസ്തനിയിൽ രോഗമുണ്ടാകും. സസ്തനികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനടക്കം. മനുഷ്യനിലേക്കും മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നേരെ പക്ഷിയിൽ നിന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനിലേക്ക് വരാം. മനുഷ്യനിൽ ഉള്ള ഒരു രോഗം വന്നിട്ടുള്ള മനുഷ്യന്റെ കോശങ്ങളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ എളുപ്പത്തിൽ മനുഷ്യന്റെ ശ്വാസകോശങ്ങളിൽ നിന്ന് തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്തുനിന്നുള്ള ശ്വസനം വഴിയോ ഒക്കെ ഒരു വൈറസിന് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചില മ്യൂട്ടേഷൻസ് വരും. അതാണ് ഞാൻ ചുവപ്പ് കാണിച്ചിട്ടുള്ള ആ മ്യൂട്ടേഷൻ. അതാണ് വളരെ ക്രിട്ടിക്കൽ. അത് വന്നു കഴിഞ്ഞാൽ പാൻഡമിക്കിനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടായി വരും. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ വേണം. അപൂർവമായിട്ട് ഏതെങ്കിലും വളരെ ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വന്യജീവിയിൽ നിന്ന് ഒരാളൊക്കെ ഇത് കിട്ടി, മ്യൂട്ടേഷൻ വന്നു, വൈറസ് ഉണ്ട്, അത് വേറെ മനുഷ്യരിലേക്ക്, പക്ഷെ വേറെ മനുഷ്യരൊന്നും തൊട്ടടുത്തുമില്ലെങ്കിൽ അത് വരില്ല. പക്ഷെ മനുഷ്യരെല്ലാം തിങ്ങിപ്പാർക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, മനുഷ്യരെല്ലാം ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഇന്ന് ഗ്ലോബൽ പാൻഡമിക്സ് ഉണ്ടാവാനുള്ള. പ്രത്യേകിച്ചും സാഴ്സ് ആണ് നമ്മളെ പഠിപ്പിച്ചത്. SARS-1
2003 സാഴ്സ് എത്ര പെട്ടെന്നാണ് അതൊരു ആദ്യം അത് റിപ്പോർട്ട് ചെയ്തിട്ട് വിതിൻ വീക്സ് അത് കാനഡയിലെത്തുന്നു, അമേരിക്കയിലെത്തുന്നു, മറ്റു രാജ്യങ്ങളിലെത്തുന്നു, യൂറോപ്പിലെത്തുന്നു, വളരെ പെട്ടെന്ന്. ഇന്നും ആഫ്രിക്കയിൽ നിന്ന് പല രോഗങ്ങളും, മങ്കി പോക്സിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് യൂറോപ്പിലെത്തുന്നു, യൂറോപ്പിലെ പ്രത്യേക സമൂഹങ്ങളിൽ അത് പടരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാകും. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ട് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരാനുള്ള സാധ്യത ഉണ്ടോ, ആ റിസപ്റ്റേഴ്സിനെ അറ്റാച്ച് ചെയ്യാനുള്ള മ്യൂട്ടേഷൻ ഉണ്ടോ? ഇന്ന് അത്തരത്തിലുള്ള മ്യൂട്ടേഷൻസ് ഈ അണുക്കളിൽ വരുന്നുണ്ടോ എന്ന് നോക്കി നിരീക്ഷിച്ച് ഇത് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക്, ആ സാങ്കേതിക വിദ്യകൾ വെച്ച് ഇത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ ഇതാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റെപ്പ്. ഇതിൽ തന്നെ പല രോഗികളും, ഇതിൽ മൃഗങ്ങളും, ഇതും ബാറ്റ്സ് പ്രത്യേകം പറയേണ്ടതാണ്, ഈ വവ്വാലുകൾ. കാരണം വവ്വാലുകൾ ഒരുപാട് തരം വൈറസുകളുടെ ഒരു സങ്കേതമാണ്. വവ്വാലുകൾക്ക് അതിൻ്റെ ഇമ്മ്യൂണോളജി, ഇമ്മ്യൂൺ സിസ്റ്റം വൈറസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നോക്കാനുള്ള സംവിധാനമൊക്കെ വവ്വാലിലുണ്ട്. അതുകൊണ്ട് ഈ വൈറസുകൾ സുഖമായി ജീവിക്കുന്നു, വവ്വാലിനൊട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അതിപ്പോ റിസർവോയറായിട്ട് നിലനിൽക്കുന്നു. അതെപ്പോ വേണമെങ്കിൽ ചാടി മറ്റ് ജീവികളിലേക്ക് പോകാൻ പറ്റുന്ന എബോള, മാർബർഗ്, നിപ്പ, കോവിഡ്, ഇതെല്ലാം വവ്വാലിൽ നിന്നാണ് വരുന്നത് ആദ്യം. അത് കഴിഞ്ഞ് മറ്റ് ജീവികളിലേക്കാണ് പോകുന്നത്. അതുപോലെ മറ്റ് പക്ഷികൾ, ഈ പക്ഷികളിൽ നിന്നും മറ്റ് വവ്വാലിൽ നിന്നുമൊക്കെയുള്ള വൈറസുകൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ജീവി പന്നികളാണ്, സ്വൈനാണ്. എന്ന് മാത്രമല്ല, സ്വൈനിൽ പലപ്പോഴും ഇതിന്റെ മിക്സിങ് നടന്ന പുതിയ വൈറസുകൾ ഉണ്ടാവാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ജീവി. അതും ഒരു ഫാക്ടറാണ്, അത് ഞാൻ പിന്നീട് പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് ഇത്തരം ജീവികളെ പറ്റി നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ട ഒന്ന് SARS-CoV-2 തന്നെ. അത് ഇനിയും പോയിട്ടില്ല. ഇന്നും SARS-CoV ഉണ്ട്. ഇന്നും എനിക്ക് തോന്നുന്ന ഒരു 1,00,000 താഴെയാണെങ്കിലും എത്രയോ ആയിരം മരണങ്ങൾ ഇത് കാരണം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം വൈറസ് ബാധിച്ചവർക്കും അത് ചെറിയ രോഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ലോകത്തിൽ വാക്സിനേറ്റഡുമാണ്, അതും അറിയേണ്ട ഒരു സംഗതി. എങ്കിലും പുതിയ തരം പ്രചാരത്തിലുള്ള SARS-CoV വേരിയന്റുകൾ ഇവയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ള വേരിയന്റുകളാണ് ഈ താഴെ പറയുന്ന XCC എന്ന് പറഞ്ഞാൽ ഒമിക്രോൺ ആയിരുന്നു ഏറ്റവും അവസാനം കൂടുതൽ രോഗമുണ്ടാക്കിയിരുന്നത്. ആ ഒമിക്രോൺ മാറി 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 ഏതാണ്ട് ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് വന്നിട്ടുള്ള വേറെ കുറെ വേരിയൻസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ. ഇവയൊന്നും തന്നെ ഇതേപടി വലിയ ഒരു പാൻഡമിക് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ വലിയ തോതിൽ റീ അസോർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അത് സംഭവിക്കാം. അത് നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ഇതൊരു വലിയൊരു ത്രെറ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ വൈറസ് ഈ വൈറസാണ്, KU5-CoV-2 എന്ന് പറഞ്ഞ വൈറസാണ്. ഇത് ജാപ്പനീസ് ഹൗസ് ബാറ്റ് എന്ന് പറഞ്ഞ വവ്വാലുകളിൽ ഉള്ള ഒരു വൈറസിന് അതിന് ഒരു മ്യൂട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ മ്യൂട്ടേഷൻ പ്രകാരം ഇതിന് വേണമെങ്കിൽ മനുഷ്യന്റെ റിസപ്റ്റർ, മനുഷ്യന്റെ റിസപ്റ്റർ ഏത് റിസപ്റ്ററിലാണ് ഈ കോവിഡ് പോയി പിടിക്കുന്ന ACE2 എന്ന് പറഞ്ഞു. ACE2 റിസപ്റ്റർ, മനുഷ്യന്റെ ACE2 റിസപ്റ്ററിൽ പോയി അറ്റാച്ച് ചെയ്യാൻ കഴിവുള്ള ഒരു മ്യൂട്ടേഷൻ ഈ ബാറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു കാൻഡിഡേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ഇത് മാത്രം പോരാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിൽ പോകാനുള്ള ആ ഒരു മ്യൂട്ടേഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ഭാവിയിൽ മാറിയേക്കാം. അപ്പൊ അതാണ് ഒരു കാൻഡിഡേറ്റ് വൈറസ്.
നമ്മുടെ ആകെ ഡോക്ടർ ഇക്ബാലിന്റെ ബുക്കിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ടുണ്ടാവും. ഇതിൽ മഹാമാരി മരണങ്ങൾ അതിൻ്റെ ഒരു ഓവറോൾ മൊത്തത്തിൽ എത്ര പേര് മഹാമാരികൾ കൊന്നു, ഏറ്റവും നമ്പർ 1 ആയിട്ട് പറയുന്നത്, ഇത് പല സോഴ്സിലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ കണക്ക്. ഞാൻ വായിച്ച ഒരു സോഴ്സ് പ്രകാരം 30 കോടി മനുഷ്യരെ കൊന്നിട്ടുള്ള വസൂരിയാണ്. വസൂരി 30 കോടി മനുഷ്യരെ കൊന്നത് പക്ഷെ എപ്പോഴും 10,000 വർഷം മുമ്പ് തുടങ്ങി കാലാകാലങ്ങളിൽ അത്രയും ആൾക്കാരെ കൊന്നിട്ടുള്ള വസൂരി രോഗമാണ്. പിന്നെയുള്ള ഒരു സംഗതി നമ്മൾ ഇന്ന് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, മീസിൽസ് വൈറസ് വളരെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള വൈറസുകളിൽ ഒന്നാണ്. ഏറ്റവും പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള വൈറസസിൽ ഒന്നാണ്. അത് മനുഷ്യൻ ആദ്യമായിട്ട് കൃഷി ചെയ്ത് മൃഗങ്ങളെ പരിപാലിക്കുന്ന സമയത്ത് റിൻഡർപെസ്റ്റ് എന്ന് പറഞ്ഞൊരു വൈറസ് ചാടി അത് മനുഷ്യരിൽ വന്ന് മീസിൽസ് രോഗം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ആദ്യകാലങ്ങളിൽ ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത കാലത്ത് ഒരുപാട് പേരെ കൊന്നൊടുക്കിയിരുന്ന രോഗമാണ്. തെക്കേ അമേരിക്കയില് ഈ സ്പാനിയാർഡ്സും പോർച്ചുഗീസുകാരും തെക്കേ അമേരിക്കയിൽ പോയി ചെന്ന് അവിടെ മുഴുവൻ കീഴടക്കി. അന്ന് 54 മില്യൺ മനുഷ്യരുണ്ടായിരുന്നു തെക്കേ അമേരിക്കയിൽ. സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക മുഴുവനായിട്ട് നോക്കി. അതിൽ 90% പേരും മരിച്ചു. അത് ഇവരുടെ കുറെ തോക്ക് കൊണ്ട് മാത്രമൊന്നുമല്ല യുദ്ധം ചെയ്തത്. പറയുമ്പോൾ വളരെ വലിയ സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. മായാസും ഇൻകാസും അസ്ടെക്സും ഒക്കെ ഉണ്ടായിരുന്ന സിവിലൈസേഷൻസ് ഒന്നടങ്കമില്ലാതായി 90% മനുഷ്യർ മരിച്ചു. പ്രധാന കാരണം വസൂരി, മീസിൽസ് പോലെയുള്ള രോഗങ്ങളാണ്. അതിനെതിരെ ആർക്കും ഈ ന്യൂ വേൾഡ് എന്ന് പറയുന്ന ഓൾഡ് വേൾഡ് രോഗങ്ങൾക്ക് എതിരെ ഒരു ഇമ്മ്യൂണിറ്റിയും ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മരിച്ചുപോയ അപ്പൊ മീസിൽസ് ആണ്. മീസിൽസ് പക്ഷെ നമുക്ക് പ്രശ്നമല്ല. കാരണം എന്താ, നമ്മള് ചെറുപ്പത്തിലെ മീസിൽസ് വാക്സിൻ കുത്തിവെക്കുന്നു. നമ്മളിങ്ങനെയൊക്കെ ഒരു പ്രശ്നമല്ല മീസിൽസ് പറയുന്ന കാലത്ത് പോലും ഈ വാക്സിനേഷൻ ഒന്നും വേണ്ടാന്ന് സീരിയസ് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ മാത്രമല്ല, അമേരിക്കയിലടക്കം. അമേരിക്കയിൽ ഇന്ന് ടെക്സസിലൊക്കെ വീണ്ടും മീസിൽസ് പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വളരെ കൃത്യമായിട്ടുള്ള സമയത്താണ് അമേരിക്കയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ NIHന്റെ ചുമതല ട്രംപ് കൊടുത്തിരിക്കുന്നത് വാക്സിനേഷന് ബദ്ധശത്രുവായിട്ടുള്ള ഒരാൾക്കാണ് ഇതിന് ചാർജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പൊ മീസിൽസ്. പിന്നെ വരുന്നത് സ്പാനിഷ് ഫ്ലൂ. 5 കോടി മുതൽ 10 കോടി മനുഷ്യർ മരിച്ചു. ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ മീസിൽസും സ്മോൾ പോക്സും ഒക്കെ ഒരുപാട് കാലം കൊണ്ട് മരിച്ചു. ഇതൊറ്റ എപ്പിഡമിക്കിൽ പ്രധാനമായിട്ടും 1918-19 കാലഘട്ടത്തിൽ ആയിട്ട് 5 കോടി മുതൽ 10 കോടി വരെ മനുഷ്യരെ കൊന്നൊടുക്കിയ ഇതാണ് സ്പാനിഷ് ഫ്ലൂ. അതിന് താഴെയാണ് ആക്ച്വലി പ്ലേഗ് വരുന്നത്. ജസ്റ്റീനിയൻ പ്ലേഗും പിന്നെ ബ്ലാക്ക് ഡെത്ത്. പക്ഷെ വ്യത്യാസമുള്ളത്, ബ്ലാക്ക് ഡെത്ത് കാലത്ത് അന്ന് ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ 30% പേര് മരിച്ചു. 30%. നമുക്കിന്ന് ആലോചിക്കാൻ പറ്റുമോ ഒരു രാജ്യത്ത് 30% പേര് മരിക്കുക എന്ന് പറഞ്ഞാൽ? ഓരോ ദിവസം എണീക്കുമ്പോഴും നാളെ അപ്പുറത്തുള്ള ആളുണ്ടോ ഇപ്പുറത്തുള്ള ആളുണ്ടോ എന്ന് നോക്കേണ്ട സ്ഥിതിയായിരുന്നു. പക്ഷെ സ്പാനിഷ് ഫ്ലൂവില് 5% മരിച്ചുള്ളൂ, 5% ഉള്ളൂ. അതുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോവിഡിൽ 40 ലക്ഷം പേര് കുറേ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് 1%-ൽ താഴെയാണ് ഇന്നത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കും. ഓക്കെ, അപ്പോ ഞാനിത് പറഞ്ഞു വന്നത് സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ആൾക്കാരെ ഒന്നൊടുക്കിയ സിംഗിൾ എപ്പിഡമിക്കാണ്. ഒരു പാൻഡമിക്കിൽ ഏറ്റവും അധികം ആൾ മരിച്ച സ്പാനിഷ് ഫ്ലൂ. ലോക ജനസംഖ്യയുടെ 5% മരണങ്ങൾ. അതിൽ ഏറ്റവും അധികം പേര് മരിച്ചത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ 1 കോടിയിലധികം, 1-2 കോടിക്ക് ഇടയ്ക്ക് ആൾക്കാർ ഈ സ്പാനിഷ് ഫ്ലൂ കാരണം മരിച്ചിട്ടുണ്ട്. ഫ്ലൂ വൈറസിനെ പറ്റി
രണ്ട് വാക്കുകൾ. ഇതാണ് വൈറസിന്റെ ഘടന. ഈ വൈറസിന്റെ ഘടനയിൽ പുറത്തുള്ള അതിൻ്റെ ആന്റിജൻസ് അല്ല പ്രോട്ടീൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതിൽ ഒന്ന് ഇമാഗ്ലൂട്ടിനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, അതാണ് എച്ച് എന്ന് പറയുന്നത്. പിന്നെ ന്യൂറാമിനിഡേസ് എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാണ്, ഒരു എൻസൈം, അത് എൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വൈറസ് ഒരു കോശത്തിനകത്ത് കയറി കിടക്കുന്നത്. 18 തരം ഇമാഗ്ലൂട്ടിനിൻസ് ഉണ്ട്. 1, 2, 3, 4 എന്ന് നെയിം ചെയ്തിരിക്കണം. H1, H2, H3, H4. ന്യൂറാമിനിഡേസ് 11 തരമുണ്ട്. N1, N2, N3, N4. ഇത് പല രീതിയിൽ കോമ്പിനേഷൻസ് ഉണ്ടാവും. അതാണ് നമുക്ക് എല്ലാം അറിയുന്ന പ്രസിദ്ധമായിട്ടുള്ള H1N1. H1N1 എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ എ വൈറസ് ആണ്. അത് ഇമാഗ്ലൂട്ടിനിൻ 1 ന്യൂറാമിനിഡേസ് 1 കൂടി ചേർന്നിട്ടുള്ളതാണ്. ആൻഡ് ഇൻസിഡന്റ്ലി H1N1 ആയിരുന്നു സ്പാനിഷ് ഫ്ലൂവിന്റെ കാരണമായിരുന്ന എപ്പിഡമിക്. H1N1 വിവിധ ജീവികളിൽ ഉള്ള വൈറസ് ഇനങ്ങൾ പലതരം, ഇതിൽ എച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പലതരം ഇമാഗ്ലൂട്ടിനിൻസ് ഏതെല്ലാം ജീവികൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനിൽ ഇന്ന് എൻഡമിക് ആയിട്ടുള്ളത് H1ഉം H2ഉം H3ഉം മാത്രം. മറ്റുള്ളതൊന്നും മനുഷ്യനിൽ ഇപ്പം ഇല്ല. H1, H2, H3. മറ്റ് പല ജീവികളിലും പല രീതിയിലാണ്. വവ്വാലുകളിൽ H17ഉം H18ഉമാണ്. സീലുകളിലൊക്കെ ഉണ്ട്. മനുഷ്യനിൽ നിന്ന് വേറെ ജീവികളിലേക്കും അത്യാവശ്യമായിട്ട് പോകും. നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ H1 കൊടുത്തിട്ടുള്ള ഒരു ജീവി പണ്ട അതിന്റെ ചിത്രമുണ്ട് അതിന്റെ മോളിൽ. പക്ഷെ ഇങ്ങനെ ഇതായതുകൊണ്ട് കാര്യമില്ല. ഇതിൽ വേറെ ഏത് ജീവിയിലുള്ള ഏത് ടൈപ്പും അതിന് വേണ്ട തക്കതായ അറ്റാച്ച് ചെയ്യാൻ കഴിയുന്ന മ്യൂട്ടേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മനുഷ്യനിലേക്ക് എത്തിച്ചേരാം. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഫ്ലൂ വൈറസ്, പ്രധാന ഫ്ലൂ വൈറസ് പാൻഡമിക്കുകൾ 1918 സ്പാനിഷ് ഫ്ലൂ, 57 ഏഷ്യൻ ഫ്ലൂ, ഇതൊക്കെ ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുള്ള പാൻഡമിക്സ് ആണ്. 1968 ഹോങ്കോങ് ഫ്ലൂ എന്ന് പറയുന്നത് H3N2 ആയിരുന്നു. 57 ഏഷ്യൻ ഫ്ലൂ H2N2 ആയിരുന്നു. 2009 വീണ്ടും ഒരു ചെറിയ പാൻഡമിക് വന്നു. അന്ന് ഇത് H1N1 തന്നെ വീണ്ടും ചെറിയ മാറ്റങ്ങളോടെ വീണ്ടും H1N1 വന്നു. പക്ഷെ ആ സമയം ആയപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരുന്നു. ആന്റിവൈറൽ ഡ്രഗ്സ് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ചില ആന്റിവൈറൽ ഡ്രഗ്സ് ഇതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് വന്നു. മറ്റുള്ള കെയർ വളരെ പ്രധാന, മരുന്നുകൾ മാത്രമല്ല, പ്രധാനമായിട്ട് ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ ആ ന്യൂമോണിയയ്ക്കുള്ള പരിചരണം ICUവിലും മറ്റും, എങ്ങനെ ആന്റിബയോട്ടിക്സ് വഴി മറ്റ് സെക്കൻഡറി ഇൻഫെക്ഷൻ, ICUവിലുള്ള കെയർ, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി കഴിയാണ്. മരുന്നുകൾ കുറച്ചൊക്കെ ഫലപ്രദമായിട്ടുള്ള മരുന്ന്, ആന്റിവൈറൽ, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് 2009 H1N1 അത്രയധികം വലിയ പ്രശ്നമാവാതെ മാറിയത്. ഇപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വൈറസ് H5N1 എന്ന് പറയുന്ന ബേർഡ് ഫ്ലൂ ആണ്. ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് H5N1. ഇതെന്തുകൊണ്ടാണ് നമ്മളെ ആശങ്കയിൽ ആക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും കഴിഞ്ഞ കൊല്ലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിൽ വളരെ കുറച്ച് പക്ഷികളിൽ മാത്രമുണ്ടായിരുന്ന ഈ വൈറസ് ഇത് ഒരുപാട് ഇനം പക്ഷികളെ ബാധിച്ചിരിക്കുന്നു, ഇൻക്ലൂഡിങ് വൈൽഡ് ബേർഡ്സ്. പലതരം പക്ഷികളിൽ നിന്ന് ഈ വൈറസ് ബാധയാണ്. പക്ഷികളിൽ അത് പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരുപാട് പക്ഷികൾ മരിക്കുന്നൊന്നുമില്ല. പക്ഷെ പക്ഷികളിൽ നിന്ന് അത് കാറ്റിലേക്ക്, മറ്റു മൃഗങ്ങളിലേക്ക്, മറ്റൊരുമാതിരി പൂച്ച, നായ പോലെയുള്ള, ഇതുപോലെ കാറ്റ്, പശു, ഇവയിലേക്ക് വ്യാപകമായി ചെന്നെത്തിയിരിക്കുന്നു. അപ്പൊ പക്ഷിയിൽ നിന്ന് സസ്തനിയിലേക്ക് പോകാനുള്ള ആ കടമ്പ
കടന്നിരിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇന്ന് ഒരുപാട് ആനിമൽസിൽ, പ്രത്യേകിച്ചും കാറ്റിനകത്ത് ഇതുള്ളതിന്റെ കാരണം. ഈ മൃഗങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന മനുഷ്യരിൽ ഈ രോഗം വന്നെത്തിയിരിക്കുന്നു. അതായത് ഇതുവരെ അമേരിക്കയിലുള്ള 10 സ്റ്റേറ്റ്സിലായിട്ട് 67 പേർക്ക് ഈ രോഗം, ചിലർ മരിച്ചിട്ടുമുണ്ട്. 67 പേർക്ക് ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സസ്തനികളിലേക്ക് കിടക്കുന്ന അതേ സാധനമാണ് മനുഷ്യനും. സസ്തനികളിലേക്ക് കിടക്കുന്നത് പോലെ മനുഷ്യനിലേക്ക് എത്തിയിരുന്നു. പക്ഷെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പോകാൻ വേണ്ട ഫൈനൽ കടപ്പ, ആ ഫൈനൽ സർട്ടിഫിക്കറ്റിന് കാത്ത് കിടക്കുന്ന മറ്റൊരു വൈറസാണ് H5N1. അവിടെ നിന്ന് മാത്രമല്ല, മംഗോളിയയില് വ്യാപകമായിട്ട് കുതിരകളിൽ ഈ H5N1 എത്തിയതായിട്ട് വീണ്ടും ഈ അടുത്ത കാലത്തുള്ള റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഒരു മ്യൂട്ടേഷൻ, ഒരു സിംഗിൾ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ, ഇത് മോഡലിംഗ് സ്റ്റഡീസ് ആണ്, ആക്ച്വൽ എക്സ്പെരിമെന്റ്സ് അല്ല. അതായത് ഹ്യൂമൻ കൾച്ചർ സെൽസിൽ ആ കൾച്ചർ സെല്ലുകളിലേക്ക് ഇത് കടത്തി വിട്ട് പലതരം മ്യൂട്ടേഷൻസ് ഉണ്ടാക്കിയിട്ട് ഇത് കടത്തി വിട്ടിട്ട് അതെങ്ങനെ കടത്തി വരുന്നു വന്നപ്പോൾ 200 ഹിമാഗ്ലോബിൻ്റെ എച്ചിന്റെ 226ാമത്തെ പൊസിഷനിലുള്ള പ്രോട്ടീൻ, ആ പ്രോട്ടീനിൽ അമിനോ ആസിഡ് ഒരു Q226L എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടമീൻ എന്ന പ്രോട്ടീനിന് പകരം ല്യൂസീൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആയിക്കഴിഞ്ഞാൽ അത് ഇത് കൊണ്ട് കിടക്കും. ഭംഗിയായിട്ട് മനുഷ്യനിലേക്ക് പകരാനുള്ള സാധ്യത ഇത് നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് വൺ സിംഗിൾ മ്യൂട്ടേഷൻ അത് എവിടെങ്കിലും ഒക്കെ ആയിട്ട് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മറ്റുള്ള മനുഷ്യരിലേക്ക് കണ്ടെയ്ൻ ചെയ്തില്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് പകരാനും ഒരു പാൻഡമിക്കിന് വഴിയൊരുക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. നവംബർ 2024 കാനഡയില് ഒരു 16 വയസ്സുകാരന് H5N1 കണ്ടെത്തി. അത് പരിശോധിച്ച് നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞ മ്യൂട്ടേഷൻ അല്ല, പക്ഷേ 226ാമത്തെ അതേ പൊസിഷനിൽ Q മാറി ഒരു ഹിസ്റ്റഡി, Q2 ഹിസ്റ്റഡി എന്ന മ്യൂട്ടേഷൻ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഭാഗ്യവശാൽ ഇത് നേരത്തെ കണ്ടുപിടിച്ച് ഐസൊലേറ്റ് ചെയ്തത് കാരണം അയാളിൽ നിന്ന് മറ്റാളിലേക്കും ഇത് മാറിയിട്ടില്ല. പക്ഷെ ഇത് ഇത് 2 മാസം മുമ്പാണ്. ഇനി വരുന്ന മാസങ്ങളിലും ഒക്കെ വളരെ ജാഗ്രത പുലർത്തിക്കൊണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കണം ഈ ഒരു മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത പാൻഡമിക് എന്തായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ ഒരുപാട് എക്സ്പേർട്സിന്റെ ഒരു പാനലിനോട് ചോദിച്ച് കിട്ടിയ റിസൾട്ട് പ്രകാരം ഇൻഫ്ലുവൻസ ആയിരിക്കും എന്നാണ്. 79% പേർക്കും ഇൻഫ്ലുവൻസയാണ് ഒരു പോസിബിലിറ്റി ലിസ്റ്റിലുള്ള ഒരു ഇത്. ആ ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ ഏറ്റവും സാധ്യത H5N1 തന്നെയാണ് ഏറ്റവും സാധ്യത. ഡിസീസ് എക്സ് ആണ്, അതായത് നമുക്കറിയാത്ത വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് 49. SARS-CoV-2 തന്നെ കൂടുതൽ പടരുന്ന രീതിയിൽ വരുമോ എന്നുള്ളത് 43%, SARS-CoV-2 22%. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ സെക്ഷൻ. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞ സൈബീരിയയിലും ആർട്ടിക്കിലും ഒക്കെയുള്ള സ്ഥിരമായ മഞ്ഞുകൊണ്ട് കവർ ചെയ്യപ്പെട്ട പെർമാഫ്രോസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ പെർമാഫ്രോസ്റ്റിന്റെ അടിയിൽ പല ജീവികളും പെട്ടുപോയിട്ടുണ്ട്, പല അണുക്കൾ പെട്ടിട്ടുണ്ട്, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്. ചിലതൊക്കെ 30,000 വർഷം 40,000 വർഷം മുമ്പ് ഒക്കെ പഴക്കമുള്ളതാണ്. ആ പഴക്കമുള്ളത് വീണ്ടും ജീവിക്കുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു. അതിനുള്ള സാധ്യതകളുണ്ടോ? പക്ഷെ പല സെൽസും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. കാരണം
മാമത്തിന്റെ ഒക്കെ കോശങ്ങൾ, അതിൽ കിട്ടിയിട്ടുള്ള മാമത്തിന്റെ കോശങ്ങളെല്ലാം അതിൽ നിന്നുള്ള ജീൻസും ഇതും പ്രോട്ടീൻസും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ഈ സ്ഥിരമായ മഞ്ഞിനടിയിലുള്ള പുതിയ ചില എക്സ്പെരിമെന്റ്സിൽ കാണിക്കുന്നത് അതിലുള്ള ഈ വൈറസുകളെ ലബോറട്ടറിയിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതിനു വേണ്ടി എക്സ്പെരിമെന്റൽ എവിഡൻസ് ഉണ്ട്. പക്ഷെ മനുഷ്യരിലല്ല, മൃഗങ്ങളിലുമല്ല, അമീബകളിൽ ഈ മഞ്ഞിനടിയിൽ നിന്ന് കിട്ടുന്ന ചില വൈറസുകളെ, അമീബക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസ്, അത് അമീബയിൽ പുനരുജ്ജീവിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു അമീബയുടെ വൈറസ് അമീബയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ സസ്തനിയുടെ വൈറസ് സസ്തനിയിൽ പ്രവർത്തിക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് പ്രൂഫ് ഓഫ് ദി ഇത് എക്സ്പെരിമെന്റ് പ്രകാരം അത് തെളിഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് ഈ പറയുന്ന ഈ വൈറസുകളെ പൊതുവെ പറയുന്ന പേരാണ് സോംബി. സോംബീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? സോംബീസ് എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ഇൻഡീസിൽ, പ്രത്യേകിച്ച് ഹെയ്റ്റിയിലുള്ള ഒരു മിത്താണ്. അവിടെ മരിച്ചുപോയ മനുഷ്യരുടെ സ്പിരിറ്റിനെ ആവാഹിച്ച് വേറെ മൃതദേഹങ്ങളിലേക്ക് അതിനെ ആക്കിയിട്ട് അത് സോംബികളായിട്ട് പുനർദ്ധരിച്ചു വരുന്ന, അപ്പൊ അതാണ് പേര് കൊടുത്തിട്ടുള്ളത് സോംബി വൈറസ്. അത്തരത്തിലുള്ള സോംബി വൈറസസിന്റെ സാധ്യതകൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡി. യൂക്കാരിയോട്ടിക് വൈറസസ് റിവൈവ്ഡ് ഫ്രം ഏൻഷ്യന്റ് പെർമാഫ്രോസ്റ്റ്. അമീബയിലുള്ള വൈറസുകളെ പുനരുജ്ജീവിപ്പിച്ചതിന് അത് സാധ്യത ഉണ്ട് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ട് ഗ്ലോബൽ വാർമിംഗ് കാരണം മഞ്ഞുരുകുന്നതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളും കൂടുതൽ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ ഈ ഒരു പുതിയ സാധ്യത കൂടുതലായിട്ട് പരിഗണിക്കണം. അത് വൈറസുകൾ മാത്രമല്ല, ബാക്ടീരിയകളും പല ജീവികളുടെ ഉള്ളിലുള്ള ബാക്ടീരിയകളൊക്കെ ഇത്തരത്തിൽ പുറത്തു വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുള്ളത്. അവസാനം ജൈവായുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അണുക്കൾ, അത് അതിൻ്റെ ഒരു ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. കാറ്റഗറി എ, ബി, സി എന്ന പേരിലൊക്കെയുള്ള പലതരം ഈ വൈറസുകളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ പലതരം വൈറസുകളെ മറ്റും കട്ട് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ വിവിധ ടിഷ്യൂകളിൽ അതിൻ്റെ റിസപ്റ്ററുകൾ, ഇപ്പം ന്യൂറോൺസ്, ആ ന്യൂറോൺസിൻ്റെ പ്രത്യേക റിസപ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കയറി പറ്റാൻ കഴിയുന്ന ഒരു വൈറസിനെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. മുമ്പാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് അത് കഴിയുക? അത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പക്ഷെ ഇന്ന് രണ്ട് സാങ്കേതിക വിദ്യകൾ, ഒന്ന് സീക്വൻസിങ് ടെക്നോളജീസ്. വളരെ എന്ത് സാധനം വേണമെങ്കിൽ നമുക്ക് സീക്വൻസ് ചെയ്യാം. ആ സീക്വൻസസ് നോക്കി മെംബ്രെയിനിന്റെ റിസപ്റ്ററിന്റെ സീക്വൻസ് കിട്ടാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓർഗാനിസത്തിന്റെ സീക്വൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസൈൻ ചെയ്യാം. എന്നിട്ട് പ്രോട്ടീൻ ടെക്നോളജീസ്, പ്രോട്ടീൻസിന്റെ ത്രിമാന ഘടനകൾ, റിസപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ പ്രോട്ടീനുകളാണ്, അതിന്റെ ത്രിമാന ഘടന ഇതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ കൊല്ലം കഴിഞ്ഞല്ലോ നൊബേൽ സമ്മാനം കിട്ടിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റഡിയാണ്. ആൽഫ ഫോൾഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം. അതായത് ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ആ സീക്വൻസ് വെച്ച് നമുക്ക് ആ പ്രോട്ടീനിന്റെ ത്രിമാന ഘടന എന്തായിരിക്കും ഈ പ്രോഗ്രാം നമുക്ക് പറഞ്ഞു തരും. 90-95% ആക്യുറസി ഉണ്ട്. ആ സീക്വൻസ് മാത്രം കിട്ടിയാൽ മതി. ഈ സീക്വൻസുകൾ വെച്ച് നമുക്ക് പല തരത്തിലുള്ള പ്രോട്ടീൻസിനെ ഡിസൈൻ ചെയ്തുകൊണ്ട് അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഈ AI നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഈ എന്തെല്ലാം നിയന്ത്രണങ്ങൾ വേണം, എവിടെയെല്ലാം നിയന്ത്രിക്കണം മുതലായുള്ള കാര്യങ്ങളെ പറ്റി ഗൗരവപരമായിട്ടുള്ള ആലോചനകൾ ആവശ്യം വരുന്നത് ഇതുകൊണ്ട് കൂടെയാണ്. അപ്പോ
അവസാനമായിട്ട് ഈ സാധ്യതകൾ ഒക്കെ തന്നെ നിലനിൽക്കുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകാരോഗ്യം എന്ന് പറഞ്ഞ കൺസെപ്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ്, വൺ വേൾഡ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയും മനുഷ്യനും മൃഗങ്ങളും ഒക്കെ അടങ്ങുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതെങ്ങനെയാണ് ഇതൊക്കെ പ്ലേ ഔട്ട് ചെയ്യുക എന്നുള്ളത് വേറെ തന്നെ ഒരു കാര്യമായിട്ട് പരിഗണിക്കേണ്ട കാര്യമാണ്. ഇതിന് എതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഇൻ സയൻസ്, സയന്റിസ്റ്റ് ഒക്കെ തമ്മിലുള്ള ആ ഒരു പരസ്പര സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കോവിഡിൽ ഒരിക്കലും നമ്മൾ ആ പാൻഡമിക്കിനെ ഇത്രമാത്രം നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള അന്താരാഷ്ട്ര സഹകരണമുള്ളതുകൊണ്ടാണ്. എല്ലാ രാജ്യത്തെയും സയന്റിസ്റ്റ്, അത് ചൈന, ജർമ്മനി, USA, എല്ലാ രാജ്യത്തുമുള്ളവര് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഈ വൈറസിനെ പറ്റി, വൈറസ് സീക്വൻസ് ആദ്യം ചൈനക്കാർ കൊടുക്കുന്നു, പിന്നെ ആ പ്രോട്ടീൻ ഇത് റിസപ്റ്ററിന്റെ ത്രിമാനഘടന, അതിനെതിരെയുള്ള മരുന്നുകൾ, ഇതൊക്കെ തന്നെ ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ് അത് മുഴുവൻ ചെയ്യുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഈ ട്രംപ് ഈ പാരീസിൽ ഇതിൽ നിന്നും WHO നിന്നൊക്കെ മാറുമ്പോൾ ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഗ്രൂപ്പ് അമേരിക്കൻസാണ്. അമേരിക്കയിലുള്ള CDCയും NIHും അതുപോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിലും. കോവിഡ് കാലത്ത് നമുക്കറിയാം, ആന്റണി ഫൗച്ചി ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ടൊരു വോയിസ്, അല്ലെ, ഇന്റർനാഷണൽ ആ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റിന്റെ ഒരു വോയിസ് ആയിരുന്നു. ഇത് വളരെ വലിയ ഒരു മോശമായിട്ടൊരു ഗുരുതര ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത്. കാരണം നമുക്ക് ഇനിയൊരു പാൻഡമിക് വരുമ്പോൾ മുമ്പ് ചെയ്തിരുന്ന മാതിരി നേരിടാനുള്ള കഴിവ് അതേപോലെ ഉണ്ടാവുമെന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരു ആശങ്ക കൂടെ ഇതോടൊപ്പം ഉണ്ടായി വരുന്നു എന്നൂടെ പറഞ്ഞുകൊണ്ട്, അടുത്ത മഹാമാരി എപ്പോൾ എവിടെ എന്നുള്ളത് എൻ്റെ പ്രഡിക്ഷനാണ്. അത് കാരണം ഇത് ശരിയായില്ലെങ്കിൽ ആരും ഓർക്കില്ല. അഥവാ ശരിയായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ എന്റെ പ്രഡിക്ഷൻ H5N1 തന്നെയാണ് ഏറ്റവും ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു സംഗതി. അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സിനുള്ളിൽ ഒരു H5, അപ്പോഴൊക്കെ നമുക്കത് നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കാൻ സമയമുണ്ട്. അതിന് വേണ്ടി പേരാമ്പ്ര നിപ്പ മാത്രമേ ഉള്ളൂ, നിപ്പ മാത്രം. ശരി, ഓക്കെ, താങ്ക്സ്. പരിപാടി സംഘടിപ്പിച്ച പരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കും മുൻ സംസ്ഥാന പ്രസിഡന്റ് KP അരവിന്ദൻ ഡോക്ടർക്കും നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും